നീ പേടിക്കണ്ടടി മക്കളെ, നിന്നേക്കാളും പാവമല്ലേ ഈ മാമൻ. എന്തിനാ പേടിക്കുന്നത്? നീ ധൈര്യമായിട്ടിരിക്കുക. രാവിലെ മാമൻ്റെ കൈ കിട്ടിയത് നിൻ്റെ ഒരു ഭാഗ്യം. ഇവിടെ സിംഹക്കുട്ടികളുള്ളതായിരുന്നു. ഒച്ച വെച്ചിട്ടേ കാക്കയെ കൂട്ടല്ലേ. ശാന്തി ശാന്തി. മാമൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിച്ചോട്ടെ, ഇനി മിണ്ടരുതേ. പപ്പയ്ക്കും കഴിച്ചോണ്ടിരുന്നത് എന്തിനാ താഴോട്ട് പോന്നേ? ഇവിടെ എന്താണ് കൂക്കും വിളിയും? എന്തു പറ്റി ഇവിടെ? ആകെ ബഹളമാണല്ലോ. എടി സുന്ദരിക്കുട്ടികളെ, നിങ്ങൾ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ആരാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നത്? പറയൂ. വേറെ ആരുമല്ല, നമ്മുടെ അനിയത്തിക്കുട്ടിയാണ്. ഇതോ ആ കൊമ്പിലിരിക്കുന്നുണ്ടോ, ഇവിടെ സ്ഥിരം ഉറക്കമാണ് കേട്ടോ. അവളെ കണ്ടിട്ടാണ് ഈ കിളിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. എന്തായാലും ഇന്ന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഇവിടെ. ഹായ്, നോക്കൂ, നമ്മുടെ അനിയത്തിക്കുട്ടി ഇന്നലെ വൈകിട്ട് 4 പേരും ഒരുമിച്ച് ഉറങ്ങി സന്തുഷ്ടരായി. രാവിലെ ഇതാ അനിയത്തിക്കുട്ടി ഇതാ ഇതിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ കയറാൻ അവൾക്കൊരു കാരണമുണ്ട്. ഇതാ ആ കെട്ടിലേക്ക് ചാടിപ്പോകാനാണ് അവളുടെ പരിപാടി. അവൾ കണ്ടുപിടിച്ച ഒരു പുതിയ വഴിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ മായു, കുട്ടു, ലുട്ടു കണ്ടുപിടിച്ച അവർ കളിക്കുന്നൊരു സ്ഥലമാണ് ഇതാ ഈ മരം കേട്ടോ. അവന്മാരിവിടെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരം കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ മായു ഇതാ ആ മരത്തിൻ്റെ മേകളിൽ കയറിയിരുന്ന് വേലത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈവിട്ടാലും താഴെ വരുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുത്തക്കെട്ടിൻ്റെ അങ്ങ് വാലാണ്. ഇതാ മറ്റേ കൂട്ടുകാരെയും കൂടെയൊക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്, കയറി വരണടാന്ന് പറഞ്ഞിട്ടൊക്കെ. മായു ആണെങ്കിൽ തല കീഴായിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നോക്കിയാണ് ഈ ചെറുക്കൻ്റെ വേലത്തരങ്ങൾ കണ്ടോ. രാവിലെ 8 മണിക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞനിയത്തി ഇതാ നോക്കിയേ, അതിൻ്റെ ഈ ഷീറ്റിൻ്റെ മേളിൽ കയറിപ്പോയി അവിടെ വെയിൽ കൊള്ളാൻ പോവുകയാണ് കേട്ടോ. അവളങ്ങനെ ഒറ്റപ്പെട്ടാണ് നടക്കുന്നത്. കൂട്ടും കാര്യങ്ങളൊക്കെയാണ്, ഒരുമിച്ച് ഉറങ്ങുന്നുണ്ട്. എന്നാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തനിച്ചൊക്കെ പോകും. ഇവിടെ ഇറങ്ങി വാടേ, ഇഞ്ഞ് ബാ, അങ്ങോട്ടൊന്നും കയറി പോകണ്ട, ഇഞ്ഞ് പോര്. ഇവിടുത്തെ പിള്ളേരായിട്ട് ഇണക്കമുണ്ട്. മാമനും മാമിയുടെ അടുത്ത് അത്രയ്ക്ക് ഇണക്കമില്ല, വളരെ പേടിയാണ്. ചെറിയ രീതിക്ക് നമ്മൾ തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ശരീരമൊക്കെ വിറയ്ക്കുകയാണ് കേട്ടോ, അത്ര പേടിയുണ്ട്. എന്തായാലും ആ പേടിയൊക്കെ ഞങ്ങൾ മാറ്റിയെടുക്കും. ഞങ്ങളെ കൂടെയുള്ള കുട്ടികളെ പോലെ നല്ല ധൈര്യശാലിയായി വിളിച്ചാൽ വരുന്ന കുട്ടിയാക്കി മാറ്റും ഞങ്ങൾ. നീ പേടിക്കണ്ടടി മക്കളെ, നിന്നേക്കാളും പാവമല്ലേ ഈ മാമൻ. നീ എന്തിനാ പേടിക്കുന്നത്? നീ ധൈര്യമായിട്ടിരിക്കടി. രാവിലെ മാമൻ്റെ കൈ കിട്ടിയത് നിൻ്റെ ഒരു ഭാഗ്യം. ഇല്ലെങ്കിലേ ഇവിടെ സിംഹക്കുട്ടികളുള്ളതായിരുന്നു. ബഹളം വെച്ച് കാക്കയെ കൂട്ടല്ലേ. ശാന്തി 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 ശാന്തി. പറഞ്ഞാൽ നിനക്ക് അറിയാമല്ലേ. പപ്പയ്ക്കാൻ നിന്നിട്ടിരുന്ന് താഴോട്ട് എന്തിനാ വന്നേ? ദാ ഇവിടെ സുരക്ഷിതമായി കൊണ്ടാക്കുകയാണ് കേട്ടോ. ഒരു കുയിലാണ്, പുള്ളിക്കുയിൽ. ആ സുന്ദരിക്കുട്ടി എങ്ങനെയോ താഴെ വന്നു കേട്ടോ. ഇവിടുത്തെ പിള്ളേരുടെ അമ്മ കണ്ടതായിരുന്നു. ജീവിക്കാൻ ഭാഗ്യമുള്ളത് കൊണ്ട് മാമൻ്റെ കയ്യിൽ കിട്ടി. ഇല്ലയെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിള്ളേർ തട്ടി കളിച്ചേനെ കേട്ടോ. അതെ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഇവിടെ ഡേഞ്ചർ ഏരിയയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ടൊന്നും വരരുതേ, ഓടിക്കോ. എങ്ങോട്ടെങ്കിലും പറന്ന് പോയി രക്ഷപ്പെട്ടോ. മാമൻ്റെ സൈക്കിളിൻ്റെ 1 2 കമ്പി വളഞ്ഞിട്ടുണ്ടെന്നോ ലൂസായിരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഏതാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഒന്ന് ശരിയാക്കി വയ്ക്കാമായിരുന്നു. മാമന് സർപ്രൈസായി പോനാ. നോക്കാം. ഇതാ ഇത് ഏതാണ്ട് ഇടന്നു തോന്നുന്നു. ആ കാറ്റം തുറന്ന് വിട്ടാണടാ. അങ്ങനെ നമ്മുടെ പുതിയ പെൺകുട്ടിയാണ് അവരെ കൂട്ടത്തിൽ കൂടി നല്ല സ്നേഹമായിട്ടുള്ള കളിയൊക്കെയാണ് വരുന്ന കളിക്കുന്നത് കേട്ടോ. അവരുടെ നല്ല കമ്പനിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും തനിച്ചൊക്കെ പോയിരുന്നൊക്കെ ഉറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യും കുട്ടി. ലുട്ടു സൈക്കിള് വർഷപ്പിൽ പോകുന്നതുകൊണ്ട് അവനതിൻ്റെ പണിയൊക്കെ കുറച്ചറിയാൻ പറ്റും. കുട്ടൂസിന് അത്ര അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ കുഞ്ഞുണ്ടല്ലോ, അവൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയാം, ഇത് ജോലി ചെയ്യാൻ അവൾക്കറിയില്ല. അങ്ങനെ സൈക്കിളിൻ്റെ വീൽ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ അവർ ചിന്തിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ നോക്കുകയാണ്. അതുപോലെ നമ്മുടെ മായു ഇതാ ഇവരെ കൂട്ടത്തിൽ വന്നിട്ടില്ല. നല്ല ഉറക്കത്തിലാണ് പുള്ളിക്കാരൻ കേട്ടോ. ചോറും കഴിച്ചിട്ടൊക്കെ മെക്കാനിക്കൽ പണി പഠിച്ച 2 പേരും നല്ല പണിയെടുക്കുന്നുണ്ട്. ഒരു ലേബറും അവരെ കൂട്ടത്തിലുണ്ട്. 3 പേരും നന്നായിട്ട് പണി ചെയ്ത് അത് എങ്ങനെ ശരിയാക്കി വയ്ക്കാമെന്നൊക്കെ നോക്കുകയാണ്. എന്തായാലും നമ്മുടെ സൈക്കിളൊക്കെ ഒരു പരിവാക്കി തരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇടലിട്ടു, ഇതിൻ്റെ ബോൾട്ടൊക്കെ ലൂസാണോടാ, അതും ശരിയാക്കണോടാ. അതൊക്കെ നോക്കാം. ഒരു സൈഡിൽ നിന്ന് നോക്കി വരെയല്ലേ ഞാൻ. കയ്യിലൊരു സ്പാനർ പോലും ഇല്ലല്ലേ. ഇനി എന്തോന്ന് ചെയ്യും? ഒരു രക്ഷയില്ല. നീ നോക്കിക്കൊണ്ടിരുന്നില്ലേ, ഞാൻ പോയി കൊടുവെള്ളം എടുത്തുകൊണ്ട് വരാം.
പോയിട്ട് വാ. ലുട്ടു കൊടുവാൾ കൊണ്ടുവരട്ടെ, അതുവരെ റെസ്റ്റ് എടുക്കാം. നമ്മുടെ അനിയത്തിക്കുട്ടി റെസ്റ്റിലാണ് കേട്ടോ. ഇനി കൊടുവാൾ കൊണ്ടുവന്നു കഴിഞ്ഞാലേ അതൊക്കെ അടിച്ച് പൊട്ടിക്കണം, നല്ല ജോലിയുള്ളതാണ്. ലുട്ടുമേശ്ശേരി പോയതുപോലെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നേരെ സൈക്കിളിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇനി അടുത്ത പണി എന്തായാലും കൊടുവാളൊന്നും അവിടെ ഇല്ല, പിച്ചാത്തിയൊന്നുമില്ല. എന്തായാലും ഒന്ന് ശരിയാക്കി കൊടുത്തേ പറ്റൂ. മാമൻ നല്ല ഉറക്കത്തിലാണ്. എണീറ്റ് വാടി, അവൻ ജോലി തുടങ്ങി. വരാം. കമ്പി ഇതുപോലെ പിടിച്ച് വളച്ച് വയ്ക്കണം, എങ്കിൽ കറക്റ്റ് ശരിയായി കിട്ടും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പിറവും ചൊറിയുന്നു. മാമൻ്റെ ഒന്ന് ചോദിച്ച് മേടിച്ച പണിയാണ്. ഈ പണി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവന്മാർ കിടന്ന് കളിക്കുന്നതുകൊണ്ടേ എനിക്കും കളിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലേ. കുറച്ചു നേരം ഞാനും കളിച്ച് റെസ്റ്റ് എടുക്കാം. സൈക്കിൾ പിന്നെ ശരിയാക്കാം. എന്നാലും മാമൻ്റെ സൈക്കിളൊന്ന് ശരിയാക്കി കൊടുക്കണമെന്നുണ്ട്. സ്പാനറൊന്നുമില്ല. സൈക്കിളും ശരിയാക്കി പിറം മൊത്തം വൃത്തിയേടുമായി. ഇനി എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കണമല്ലോ പിറം. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് പുള്ളിന് നല്ല റെസ്റ്റിലാണ്. ഉറക്കവും കഴിഞ്ഞ് നമ്മുടെ മായു എത്തിയിട്ടുണ്ട്. അങ്ങനെ 4 പേരും ഒരുമിച്ച് കൂടി ഡിസ്കോ കളിച്ചിടക്കെ കിടക്കുകയാണ്. നമ്മുടെ മായുക്കുട്ടൻ വന്ന് പിറവൊക്കെ വൃത്തിയാക്കി കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ പുതിയ കുഞ്ഞും നമ്മുടെ ചെറുക്കന്മാരെല്ലാവരും നല്ല കളിയും. അങ്ങനെ 4 പേര് നല്ല ക്യൂട്ടല്ലേ, സുന്ദരി കുട്ടികളല്ലേ 4 പേരും. 4 പേരും കൂടെ ആയപ്പോഴേ ഒരു എന്താ പറയുക, നമ്മളെ വീഡിയോയ്ക്ക് തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ. കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അനിയത്തിക്കുട്ടി ഓടിച്ചെന്ന് മരത്തിൽ കയറി. എന്താ കാരണം? അത് അന്വേഷിക്കണമല്ലോ. അവളെന്തോ കണ്ടു പേടിച്ചിട്ടാണ് മരത്തിൽ കയറി പോയത്. ആരോടും കൂട്ടുകൂടാതെ അവൾ തനിച്ചങ്ങനെ ആ മരത്തിൽ പോയി കിടക്കാൻ പോവുകയാണ്. അതുപോലെ അവിടെ പോയി കിടക്കുകയാണ് അവൾ കേട്ടോ. അവളെന്തോ കണ്ടു പേടിച്ചു. അപ്പോൾ അത് ഇനി നമുക്ക് അന്വേഷിച്ച് നോക്കണം, എന്താണ് കാരണം. നമ്മളെ പിള്ളേരെ നോക്കിയാലോ, അവന്മാരും അങ്ങനെ തന്നെയാണ്, പേടിച്ച് നോക്കുന്നുണ്ട് അന്തം വിട്ട്. എന്താ സംഭവം? ഒരു ഭക്തൻ ദാ ആ തെങ്ങിൻ്റെ മൂട്ട് കാണാം. വേറെ ആരുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഭക്തനെ. നോക്കിയേ, ആ ലുട്ടുവിൻ്റെ നോട്ടം കണ്ടോ, നല്ല വിഷമത്തോടെ നോക്കുന്നത് കണ്ടോ. ഇതാണ് അമ്മ രാത്രി ഞങ്ങളെ കൂടെ ഉറങ്ങാൻ വരാത്തതല്ലേ. ഇതാ അമ്മ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഭക്തനെ കൊണ്ട് കേട്ടോ. ഈ ഡോറങ്ങോട്ട് തുറന്നാലേ കുറച്ച് ചോറൊക്കെ അങ്ങേർക്ക് വിളമ്പി കൊടുത്തിട്ട് പറഞ്ഞയക്കാം. അങ്ങനെ ഒരു പരിപാടിയിലാണ്. ഇപ്പം അമ്മയായിട്ട് മക്കളും വളരെ ബന്ധമൊന്നുമില്ല കേട്ടോ, പാല് കൊടുപ്പൊന്നുമില്ല. അങ്ങേർക്ക് കപ്പയും മീനും കൊടുക്കണോ ചോറും മീൻകറിയും കൊടുക്കണോ, അങ്ങനെ ആലോചിച്ച് മാമനെ നോക്കുകയാണ്. ആ ഡോറൊന്ന് തുറന്ന് തന്നാലേ ഭക്തമാമനെയും അമ്മയെയും കണ്ട് പിള്ളേരുടെ കളിയൊക്കെ അങ്ങ് പോയി കേട്ടോ. എല്ലാവരും സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പിള്ളേരുടെ മുഖത്ത് നല്ല വിഷമമുണ്ട്. നോക്കിയേ, ലുട്ടുവിനെയൊക്കെ നോക്കിയേ, കരഞ്ഞൊക്കെ കാണിക്കുന്നു. എന്ത് ചെയ്യാനാണ്, അമ്മയ്ക്ക് വളരെ സ്നേഹമില്ലെന്നാണ് ഇപ്പോൾ പിള്ളേർ പറയുന്നത്. ഇതാ നമ്മുടെ മായു എല്ലാം മറന്നു ഇതാ ഇവിടെ ചാടി കളിക്കുന്നു കേട്ടോ. ഒറ്റയ്ക്കുള്ള കളിയാണ്. ഇതാ ഇവിടെ കുട്ടൂസാണ് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത്. ഇതങ്ങനെ 3 പേര് ഇവിടെ തന്നെ ഉണ്ട്. അനിയത്തിക്കുട്ടി നേരത്തെ ഓടിപ്പോയി ആ മരത്തിൻ്റെ മേളിൽ കേട്ടോ, ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല. ഭക്തനെ കണ്ടാലേ 4 പേരും പേടിച്ച് ഓടുന്നതൊക്കെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാണ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. അനിയത്തിക്കുട്ടി മരത്തിൽ കയറി ഇതുപോലെ ഉറങ്ങുമ്പോഴാണ് കിളിക്കുട്ടന്മാരിതാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവന്മാരിവിടെ വരുന്ന സ്ഥിരം ഒരു ഏരിയയാണ് ഈ കിളിക്കുഞ്ഞുങ്ങളെ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അവനെ കണ്ട് വളരെ ബഹളം വെക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, ഈ ചെറുക്കൻ താഴെ ഇറങ്ങിയെങ്കിൽ ഈ ബഹളങ്ങളൊക്കെ ഇവിടെ തീരും കേട്ടോ. ഇതെല്ലാം നടക്കുന്ന ഞങ്ങളുടെ വീട്ടുമുറ്റത്താണ്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എത്രയോ രസകരമായിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. പിള്ളേരുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് വരാം. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചെത്തും. ഓക്കെ, ബൈ.